जन्म से बेरोजगार टीचर बनाएंगे यार मैंने आज ഓഫീസർ ഓൺ ഡ്യൂട്ടി പടം കഴിഞ്ഞ് ഒരു രക്ഷയില്ല. ഞാൻ ഓരോരോ അടി വരുമ്പോഴും ലാസ്റ്റില് ദൃശ്യം തോന്നി. ദൃശ്യം ഒരു ഇതുമില്ല, ബട്ട് അതൊരു കണ്ടന്റ് ഉണ്ടല്ല. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ ഒരു ഇതായിരുന്നു കുഞ്ചാക്കോന്. എൻ്റെ പൊന്നോ, യാ മോനെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ 5 പേര് ഒരു രക്ഷയില്ല. പക്ഷേ റംസാൻ ഓക്കെ, അവന് കുറച്ച് ഇതുള്ളതുകൊണ്ട് അത്ര ടെററല്ല. ഈ 4 ആൾക്കാർ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നേ, ഇതിൽ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നമ്മൾ അതുപോലെ റൗണ്ട് അടിച്ച് പോവുകയാണ്. ആ ഒരു ക്ലബിങ്, ഓരോ ഷോട്ടിൻ്റെ ക്ലബിങ്. റംസാനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു സീൻ. അതിൽ ആ ഷൂ ഓടുന്ന ആ ഷൂവിൻ്റെ ആ സ്പീഡിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല. സൗണ്ട്, ഈ സൗണ്ടിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ തന്നെ പോകണം. പിന്നെയും പറയുകയാണ്, എനിക്ക് ഈ വിത്തുകളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന്റെ കാസ്റ്റിംഗ് അല്ലേ, അവരെ തന്നെ എടുത്തിട്ട് അവരുടെ ഹെയർ സ്റ്റൈല് ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആ ഇടിക്ക് അനുസരിച്ച് ആ മ്യൂസിക് ഒക്കെ പോകുന്ന പോലെ ഈ ഫിലിമിൽ ത്രൂ ഔട്ട് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും സ്കോറുമാണ് കൊടുത്തേക്കുന്നത്. ഹാറ്റ്സ് ഓഫ്. ആരും മൊബൈലിരുന്നോ വീട്ടിൽ TV ഇരുന്നോ ഒന്നും കാണരുത് ദയവ് ചെയ്ത്. ആ സൗണ്ട് എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ പഞ്ച് വയലൻസ്. എനിക്കിപ്പോഴും ആ ബിഫോർ ഇന്റർവെല്ല് ഒരു ഇതുണ്ട്. നമുക്കറിയാം ദേ ആർ ഗോയിങ് ടു ഡു സംതിങ്, ബട്ട് അത് എന്തായിരിക്കും ദ നെക്സ്റ്റ്. ആ സൗണ്ട് നമ്മളെ ഇങ്ങനെ നമ്മളെ അത് ഫീൽ ചെയ്യും. എനിക്ക് പാൽപിറ്റേഷൻ സംയമനം പാലിച്ചു വേണം ഈ പടം കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സെൽഫ് കൺട്രോൾ ഒക്കെ എന്തായാലും പടം രക്ഷയില്ല. ഡയറക്ഷനും എന്തായാലും ലാസ്റ്റ് അതിനൊരു എൻഡ് വരുത്തി. കാരണം ഇനി ഇങ്ങനെ ഉണ്ടാകും, ഇനി വരും, ഇനി ഒരു നെക്സ്റ്റ് പാർട്ട് ഉണ്ട്, അങ്ങനെയൊന്നും ഇതിലില്ല. അതിനൊരു അവസാനമുണ്ട് ഈ മൂവിക്ക്. ലാലേട്ടനൊക്കെ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. അതെ, നാർക്കോട്ടിക് ഇസ് എ ബിസിനസ്. ഈ ഐറ്റംസ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഈ ഐറ്റംസുകളെ. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്.